കോഴിക്കോട് നിന്നുള്ള ഒരു അപകട വാർത്തയിലേക്കാണ്. വടകര എടച്ചേരിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ കാർ ഡ്രൈവർ പിടിയിൽ. കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ്. അഭിജിത്ത്, ഗുഡ് ഈവനിങ് അഗെയിൻ. ഈ കേസിൽ എന്തായാലും ഇയാളെ പിടികിട്ടിയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ഈ അപകടത്തിന് കാരണം? വിവരങ്ങൾ. ക്രിസ്റ്റീന, വ്യാഴാഴ്ച നടന്ന സംഭവമാണിത്. വ്യാഴാഴ്ച വൈകിട്ട് തൻ്റെ സ്കൂട്ടറിൽ മകളെ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായി പുറപ്പെട്ടതായിരുന്നു സോയ എന്ന സ്ത്രീ. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ഓർക്കാട്ടേരി സ്വദേശിയായ സോയയുടെ സ്കൂട്ടറിന് ഈ കാർ വന്നിടിക്കുകയായിരുന്നു. സോയയുടെ സ്കൂട്ടർ മറിയുന്നു, സോയക്ക് പരിക്കുപറ്റി. പക്ഷേ ഇയാൾ ഇന്നോവ കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. ഇയാൾ നിർത്താതെ പോവുകയും ചെയ്തു. പിന്നീട് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത്, എടച്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. അതിനിടയിലാണ് ഈ വാഹനത്തിൻ്റെ, ഈ ഇടിച്ച കാറിൻ്റെ കണ്ണാടിയുടെ മിററിൻ്റെ ഒരു ഭാഗം പോലീസിന് അവിടെ നിന്ന് ലഭിച്ചത്. ഇതും ഒക്കെ ചേർത്ത് വെച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനം ഈ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള ഒരു കാറായിരുന്നു. മുഹമ്മദ് ഫാസിൽ, കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശിയായ മുഹമ്മദ് ഫാസിലിനെ അങ്ങനെ പോലീസ് പള്ളൂരിൽ വെച്ച് പിടികൂടുകയും ചെയ്തിട്ട്, എന്തായാലും ഈ സംഭവത്തിൽ കൈക്കും കാലിനും തലയ്ക്കുമൊക്കെ ഈ സോയക്ക് പരിക്ക് പറ്റിയിരുന്നു. അവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തതാണ്. ഈ സംഭവത്തിൽ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ ഈ പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ പലപ്പോഴും പോലീസുകാരുടെ നിഷ്ക്രിയത്വം, പോലീസുകാരുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പോലീസുകാർ വളരെ ക്രിയാത്മകമായ ഒരു മിററിൽ നിന്നാണ് ഈ കേസിന്റെ പിന്നിലുള്ള ആളിനെ കണ്ടെത്തിയത്. കേരള പോലീസ് എത്രത്തോളം എന്താ പറയുന്നത് എഫിഷ്യന്റ് ആണെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് പൊളിയാണ്.